മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ചെറുത്തു തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. യു പിയിൽ ഒരു തിരിച്ചുവരവും അത്യാവശ്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല പ്രിയങ്ക ഗാന്ധി യു പിയിലെത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചല്ല രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ യു പിയുടെ ചുമതല നൽകി AICC ജനറൽ സെക്രട്ടറിയായി നിയോഗിച്ചത്. മറിച്ച് കൃത്യമായ ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. 2022 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിലെ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കണം. ആ ലക്ഷ്യത്തിലേക്കാണ് പ്രിയങ്ക ഗാന്ധിയെ എത്തിച്ചിട്ടുള്ളത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം പ്രിയങ്ക ഗാന്ധി അവിടെ ചെയ്തിട്ടുണ്ട്. ആ പ്രയത്നങ്ങൾക്ക് ക്രമക്കേടുകൾ കൊണ്ട് BJP ഉത്തരങ്ങൾ നൽകിയപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വീണ്ടും പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലേക്ക് കടന്നു പോകുന്നത്. ശനിയാഴ്ച കിഴക്കൻ യു പിയിൽ നിർണായക യോഗമുണ്ട്. ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ഒരു യോഗമുണ്ട്. ആ യോഗത്തിൽ പരാജയ കാരണത്തെക്കുറിച്ച് ചോദിക്കും. അവിടെ EVM മിഷനിലെ തട്ടിപ്പുകൾ വിഷയമാകും. അതുപോലെ തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വിഷയമാകും. കോൺഗ്രസിനകത്തുള്ള വിമതരുടെ പ്രശ്നങ്ങൾ വിഷയമാകും. അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു മുൻവിധിയോട് കൂടി യു പിയിലേക്ക് കളിക്കാൻ ഇറങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി പറയുന്നുണ്ട്, ലക്ഷ്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ ലക്ഷ്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ വെല്ലുവിളിയായി മാറുന്നത് BJPക്കും മഹാസഖ്യത്തിനുമാണ്. നിലവിൽ അഖിലേഷ് യാദവിനെ മായാവതി തേച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവസാനം കൂടെ നിർത്തിയിട്ട് കാര്യമില്ല എന്നറിഞ്ഞപ്പോൾ അഖിലേഷ് യാദവിനെ മാറ്റി നിർത്തി. അഖിലേഷ് യാദവിനെ മാറ്റി നിർത്തിയപ്പോൾ അഖിലേഷ് യാദവിന് വ്യക്തത വന്ന സാഹചര്യത്തിൽ 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാം. ആ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു നിർണായക നീക്കത്തിലാണ് നിലവിൽ പ്രിയങ്ക ഗാന്ധി ഉള്ളത്. അതുകൊണ്ട് പ്രിയങ്കയുടെ ഈ 2022 എന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തെ ചെറുതായി കാണാൻ ഒരിക്കലും BJPയോ അതുപോലെ തന്നെ മഹാസഖ്യമോ തയ്യാറാവുകയില്ല. കാരണം ഒരു പോരാട്ടം കാഴ്ചവെക്കാനുള്ള ഒരു അടിത്തറ നിലവിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ അടിത്തറയിലൂടെയായിരിക്കും പ്രിയങ്ക ഗാന്ധി മറ്റുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുക. എന്തായാലും ശനിയാഴ്ചത്തെ യോഗത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.